ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കാണ്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കാണ്ട് ഉടച്ചിട്ടുണ്ട്. കൈയിരിക്കി ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാർക്ക് പാല്, പിന്നെ മുട്ടൻ്റെ വെള്ള, പിന്നെ 3 ഇല്ലി വെളുത്തുള്ളി, പിന്നെ നാരങ്ങൻ്റെ നീര്. ഇനി ഇത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് രീതിയിലാണ് ഉരുളക്കിഴങ്ങ് പൊരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് കാണ്ട് ഒരു പാത്രത്തിൽ ചൂടുള്ള പൊട്ടത്തരം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് രീതിയിൽ പൊരിക്കാന്ന് കരുതിയിരിക്കണത്. അപ്പോൾ ആദ്യം ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് തണുത്ത വെള്ളത്തിൽ ഇട്ടേക്കുക 1 മണിക്കൂർ. എന്നിട്ട് ചൂടുള്ള തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് എടുത്ത് ഒരു കോട്ടൺ സീലിൽ ഇട്ട് വെക്കുക ഉരുളക്കിഴങ്ങ്. അതതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചാലുള്ള എണ്ണ നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടാണ്. നമ്മൾ കിഴങ്ങ് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പം ഇനി മുട്ട നമുക്ക് ഇളക്കി മിക്സ് ആക്കാം. അപ്പം നമ്മൾ മുട്ട നല്ലതുപോലെ ഇവിടെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. മുട്ട പൊരിച്ചാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മുട്ട പൊരിച്ചാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടി ചൂട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ മുട്ട കനയില്ലാതെ കട്ടില്ലാതെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ചായയുടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ മിനി ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ ഇനി അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എന്നായിക്കോട്ടെ, അസ്സലാമു അലൈക്കും.